എത്ര വേഗത്തിലാണ് അരിമണികൾ കൊത്തി തിന്നുന്നതെന്ന് നോക്കൂ. എന്ത് രസമാണല്ലേ കാണാൻ. കോഴിയമ്മയുടെ കൂടിനടുത്തുള്ള ആ വേലി നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അതൊരു അക്ഷരത്തിന്റെ ആകൃതിയിലാണ് പണിത് വെച്ചിരിക്കുന്നത്. അത് ഏതക്ഷരമാണെന്നറിയാമോ? ലെറ്റർ എച്ച്. അതെ, ലെറ്റർ എച്ചിന്റെ ആകൃതിയിലാണ്. എങ്കിൽ നമുക്ക് ലെറ്റർ എച്ച് എഴുതാൻ പഠിക്കാം. അതിനായി എല്ലാവരും ഉച്ചത്തിൽ മാജിക് പെൻസിലിനെ വിളിക്കൂ. മാജിക് പെൻസിൽ. ഇതേതാണ് അക്ഷരം? ക്യാപിറ്റൽ ലെറ്റർ എച്ച്. സ്മോൾ ലെറ്റർ എച്ച് എഴുതി കാണിക്കൂ മാജിക് പെൻസിൽ. അതെ, ഇങ്ങനെ തന്നെ. താങ്ക് യു മാജിക് പെൻസിൽ. ക്യാപിറ്റൽ ലെറ്റർ എച്ചും സ്മോൾ ലെറ്റർ എച്ചും നമ്മൾ പഠിച്ചു. ഇനി എച്ച് കൂട്ടി കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹെലികോപ്റ്റർ, ഹെൻ, ഹാർട്ട്, ഹാമർ. ഒന്നുകൂടി പറയൂ ഫ്രണ്ട്സ്. ഹെലികോപ്റ്റർ, hen, hat, hammer. അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എനിക്കും പോളിക്കും സുഖമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതക്ഷരമാണ് പഠിച്ചത്? ലെറ്റർ എച്ച്. യെസ്, ലെറ്റർ എച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹെലികോപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. എച്ച് ഫോർ ഹെലികോപ്റ്റർ. എന്നെ കാണാൻ ഇന്ന് എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? ഇപ്പൊ നോക്കിക്കേ, സൂപ്പർ ആയിട്ടില്ലേ? ഇതാണ് ഹാർട്ട്. എച്ച് ഫോർ ഹാർട്ട്. ഫ്രണ്ട്സ്, ഇവിടെ നോക്കൂ. ഇവിടെ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ 2 ബട്ടണുകൾ കാണാം. ഇതിൽ ഓൺ എന്നും ഓഫ് എന്നും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏത് ബട്ടൺ അമർത്തിയാണ് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ആവുന്നത്? അതെ, ഓൺ ബട്ടൺ. എല്ലാവരും ഉച്ചത്തിൽ പറയൂ, ഓൺ. നമുക്ക് പോകാം.
കുറുക്കച്ചാറ് നമ്മുടെ കോഴിയമ്മയെ പിടിക്കാൻ ഓടിക്കുകയാണ്. ഹെൽപ് മീ, ഹെൽപ് മീ, ഹെൽപ് മീ, ഹെൽപ് മീ, ഹെൽപ് മീ. നമുക്ക് കോഴിയമ്മയെ രക്ഷിക്കണ്ടേ? ഹെൽപ് മീ, ഹെൽപ് മീ, ഹെൽപ് മീ, ഹെൽപ് മീ, ഹെൽപ് മീ. ഫ്രണ്ട്സ്, കോഴിയമ്മയെ രക്ഷിക്കാൻ നമുക്ക് റോപ്പ് ഇറക്കി കൊടുക്കാം. റോപ്പ് ഇറക്കാൻ ഇവിടെ 2 ബട്ടണുകളുണ്ട്. ഒന്നിൽ അപ്പ് എന്നും മറ്റേതിൽ ഡൗൺ എന്നും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏത് ബട്ടൺ അമർത്തിയാൽ റോപ്പ് താഴേക്ക് പോകും ഫ്രണ്ട്സ്? അതെ, ഡൗൺ. യെസ്, ഡൗൺ ബട്ടൺ തന്നെ. എല്ലാവരും വേഗം പറയൂ, ഡൗൺ. ഫ്രണ്ട്സ്, കോഴിയമ്മയെ നമ്മൾ റോപ്പ് ഉപയോഗിച്ച് പിടിച്ചു. കുറുക്കച്ചാറ് വരുന്നതിന് മുന്നേ നമുക്ക് കോഴിയമ്മയെ റോപ്പ് ഉപയോഗിച്ച് ഉയർത്തണം. റോപ്പ് താഴ്ത്താൻ നമ്മൾ ഡൗൺ ബട്ടൺ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ റോപ്പ് ഉയർത്താൻ നമ്മൾ ഏത് ബട്ടൺ അമർത്തണം? പെട്ടെന്ന് പറയൂ ഫ്രണ്ട്സ്, കുറുക്കച്ചാറ് ഇങ്ങ് എത്താറായി. അപ്പ് ബട്ടൺ. വേഗം ഉച്ചത്തിൽ പറയൂ ഫ്രണ്ട്സ്, അപ്പ്. ഫ്രണ്ട്സ്, കോഴിയമ്മേ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഹെൻ. H for hen. ലില്ലി, എനിക്കൊരു സഹായം ചെയ്തു തരാമോ? എന്താ കോഴിയമ്മേ, എന്തു പറ്റി? ഈ വേലി ശരിയാക്കുവാൻ എന്തെങ്കിലും സാധനം നിന്റെ കയ്യിലുണ്ടോ? ഇത് ശരിയാക്കാൻ എന്റെ കയ്യിൽ ഹാമർ ഉണ്ട്. H for hammer. താങ്ക് യു ലില്ലി. ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിക്കേ ഫ്രണ്ട്സ്. ഹെലികോപ്റ്റർ, ഹാറ്റ്, ഹെൻ, ഹാമർ. അല്ല, ഇതാരാണ്? ലില്ലിയോ? നിന്നെ കണ്ടത് നന്നായി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ ലില്ലി? എന്തു പറ്റി അങ്കിൾ? ലില്ലി, നീ എന്റെ ബോർഡിൽ ശ്രദ്ധിച്ചുവോ? ബോർഡിലെ 2 അക്ഷരങ്ങൾ എങ്ങനെയോ നഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ ഏതക്ഷരമാണ് ചേർക്കേണ്ടതെന്ന് അറിയാനും പറ്റുന്നില്ല. ഫ്രണ്ട്സ്, നമുക്ക് അങ്കിളിനെ ഒന്ന് സഹായിച്ചാലോ? ലില്ലി, ഒന്ന് നോക്കൂ. എന്റെ കയ്യിൽ ഇത്രയും അക്ഷരങ്ങളുണ്ട്. ഇവയിൽ ഏതൊക്കെ അക്ഷരമാണ് എന്റെ ബോർഡിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്? ഫ്രണ്ട്സ്,
ഇതേതാണ് ലെറ്റേഴ്സ്? ഇത് ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയുമാണ്. ഈ ലെറ്റേഴ്സ് ആണോ മിസ്സിംഗ്? ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ടോ ഫ്രണ്ട്സ്? ഇല്ല, ഇത് ശരിയായ ലെറ്റേഴ്സ് അല്ല. ഫ്രണ്ട്സ്, ഇതേതാണ് ലെറ്റർ? ഇത് ക്യാപിറ്റൽ ലെറ്റർ ഡിയും സ്മോൾ ലെറ്റർ ഡിയുമാണ്. ഈ ലെറ്റേഴ്സ് ആണോ മിസ്സിംഗ്? ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ടോ ഫ്രണ്ട്സ്? ഇല്ല, ഇത് ശരിയായ ലെറ്റേഴ്സ് അല്ല. ഫ്രണ്ട്സ്, ഇതേതാണ് ലെറ്റേഴ്സ്? ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ ഐയുമാണ്. ഈ ലെറ്റേഴ്സ് ആണോ മിസ്സിംഗ്? ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ടോ ഫ്രണ്ട്സ്? അതെ, ഇത് ശരിയാണ്. നമുക്കൊന്ന് കൂട്ടി വായിച്ചാലോ? ഐസ്ക്രീം. ഐ ഫോർ ഐസ്ക്രീം. മിസ്സിംഗ് ലെറ്റേഴ്സ് ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലായി. ഈ ലെറ്റേഴ്സ് ബോർഡിൽ എഴുതുവാൻ നമുക്ക് മാജിക് പെൻസിലിനെ വിളിക്കാം. മാജിക് പെൻസിൽ. ഇത് ഏത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ഐ. ഇത് സ്മോൾ ലെറ്റർ ഐ ആണ്. ഫ്രണ്ട്സ്, നമ്മൾ ലെറ്റർ ഐയും പഠിച്ചു, ബോർഡും റെഡിയാക്കി അങ്കിളിനെയും സഹായിച്ചു. എത്ര വാക്കുകൾ അറിയാം നിങ്ങൾക്ക്? ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞു തരട്ടെ. ഐസ്ക്രീം, ഇഗ്വാന, ഇൻസെക്ട്, ഇഗ്ലൂ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഐസ്ക്രീം, ഇഗ്വാന, ഇൻസെക്ട്, igloo. നമ്മൾ പഠിച്ച വാക്കുകളെ കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയായിരുന്നു. നമ്മൾ പഠിച്ച വാക്കുകൾ ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? ഐസ്ക്രീം, ഇഗ്വാന, ഇൻസെക്ട്, ഇഗ്ലൂ. ഐസ്ക്രീമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും
ഇനി ഒരു വാക്ക് കൂടി ഉണ്ടല്ലോ. ഇഗ്ലൂ. I for igloo. Bye bye friends. ഇവിടെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളുണ്ട്. ഇവിടെ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഹാങ്ങറിന്റെ ഷേപ്പ് ഏതെങ്കിലും ലെറ്ററുമായി സാമ്യമുണ്ടോ? അതെ, ലെറ്റർ ജെയുമായി സാമ്യമുണ്ട്. ലെറ്റർ ജെ ഒന്ന് നമുക്ക് എഴുതി നോക്കിയാലോ? വിളിക്കാം നമുക്ക് മാജിക് പെൻസിലിനെ. മാജിക് പെൻസിൽ. ഇതേതാണ് അക്ഷരം? ക്യാപിറ്റൽ ലെറ്റർ ജെ. ഇതേതാണ് അക്ഷരം? സ്മോൾ ലെറ്റർ ജെ. താങ്ക് യു മാജിക് പെൻസിൽ. കൂട്ടുകാരെ, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ജോക്കർ, ജീപ്പ്, ജംഗിൾ, ജാർ. ഈ വാക്കുകളെല്ലാം ജയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയൂ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ച ജെ കൂട്ടിയുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ജോക്കർ, ജീപ്പ്, ജംഗിൾ, ജാർ. ബൈ ബൈ ഫ്രണ്ട്സ്. എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ ലില്ലിയാണ്. ഇപ്പോൾ മനസ്സിലായോ? സർക്കസുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വേഷം? ഇപ്പോൾ മനസ്സിലായോ? എങ്കിൽ പറയൂ. ജോക്കർ. ജെ ഫോർ ജോക്കർ. ഫ്രണ്ട്സ്, പോളിയല്ലേ ആ പോകുന്നത്? അവൻ വനത്തിലേക്കാണല്ലോ പോകുന്നത്. വരൂ ഫ്രണ്ട്സ്, നമുക്കും പോകാം. ഇങ്ങനെ പോയാൽ നമുക്ക് വേഗത്തിലെത്താൻ പറ്റില്ല. ഫ്രണ്ട്സ്, നമ്മളെ വേഗത്തിൽ പോകാൻ ആരാണ് സഹായിക്കുന്നത്? ജോക്കർ, ജീപ്പ്, ജംഗിൾ, ജാർ. നമ്മളെ വേഗത്തിൽ പോകാൻ
J for jeep. വരൂ ഫ്രണ്ട്സ്, നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നോക്കൂ, ആ ബോർഡിൽ എന്തോ എഴുതിയിട്ടുണ്ട്. യെസ്, നമ്മൾ വനത്തിലേക്ക് എത്താറായി. ജെ ഫോർ ജംഗിൾ. നമുക്ക് പോളിയുടെ അടുത്തെത്തണമെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കടന്നേ മതിയാകൂ. അതിനിപ്പോൾ എന്താ ചെയ്യുക? ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ടാങ്കിൽ വെള്ളമൊഴിക്കണം. എങ്ങനെ നമ്മൾ വെള്ളമൊഴിക്കും ഫ്രണ്ട്സ്? ജോക്കർ, ജീപ്പ്, ജംഗിൾ, ജാർ. ഇതിൽ എന്തുപയോഗിച്ചാണ് ഞാൻ വെള്ളം ഒഴിക്കേണ്ടത് ഫ്രണ്ട്സ്? യെസ്, ജാർ. ജെ ഫോർ ജാർ. യെസ്, നമ്മൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇവൻ ഇത് കഴിക്കാനാണോ ഇത്ര വേഗത്തിൽ പോകുന്നത്? ഇവന്റെ ഒരു കാര്യം